എല്ലാവർക്കും വണക്കം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തമ്മിൽ കണ്ട പോലെ തന്നെ എന്താണ് അണ്ടർ റേറ്റഡ്, എന്തുകൊണ്ടാണ് അവർ അണ്ടർ റേറ്റഡ് എന്ന് വിളിക്കുന്നത്, ആരൊക്കെയാണ് അണ്ടർ റേറ്റഡ്, എന്തുകൊണ്ടാണ് അവർ അണ്ടർ റേറ്റഡ് ആയത്. ചോദ്യം നമ്പർ 1, വാട്ട് ഈസ് അണ്ടർ റേറ്റഡ്? എന്താണ് അണ്ടർ റേറ്റഡ്? അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞാൽ പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ്. അണ്ടർ റേറ്റഡ് എന്ന് പറയുമ്പോൾ ഫീൽഡ് ഔട്ട് ആയതുപോലെയാണ്. നോട്ട് എല്ലാവരും അല്ല, 10-20 പേര്. എന്തുകൊണ്ട് അവരങ്ങനെ ചിന്തിച്ചു? ഒന്നെങ്കിൽ ആ വാക്കിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കാം. 2, ഇവർ ഈ വാക്ക് പലപ്പോഴും കേട്ട ശൈലി അല്ലെങ്കിൽ ആ ടോണ് വേറെ ആയിരിക്കും. നീ ഇത് തേങ്ങയുടെ പറയും മനസ്സിലായില്ല, വ്യക്തമാക്കൂ. ആക്കാം. ഒരു ഫ്രണ്ട് ഈ 10-20 പേരിൽ ഒരാൾ ബിജു മേനോന്റെ സിനിമ കാണായിരുന്നു. അപ്പോൾ ഈ ഫ്രണ്ട് ഇവൻ്റെ അടുത്ത് വന്ന് പറയാം, നീ ഇയാളെ സിനിമയും കണ്ടിരിക്കുക, ഇയാളൊക്കെ എന്നോ അണ്ടർ റേറ്റഡ് ആയില്ലേ ചങ്ങായി. ആ ടോണ് ഒരു പക്ഷേ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ബിജു മേനോ ഇതേത് സിനിമ ഇതോ അയ്യപ്പനും കോശിയും. ഇയാളൊക്കെ അണ്ടർ റേറ്റഡ് ആണല്ലോടോ. അമ്മാതിരി അഭിനയ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡെഫിനിഷൻ ഓഫ് അണ്ടർ റേറ്റഡ്: ഒരാളെ കൈവച്ച് കിട്ടാവുന്ന അംഗീകാരങ്ങളോ പ്രശസ്തിയോ പ്രോത്സാഹനമോ അദ്ദേഹത്തിന് കിട്ടുന്നില്ല. ഈസ് നോൺ ആസ് അണ്ടർ റേറ്റഡ്. സിനിമയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ ഒരു നല്ല അഭിനയിക്കുന്ന ഒരു വ്യക്തിക്ക് അർഹതപ്പെട്ട അംഗീകാരങ്ങളോ പ്രോത്സാഹനങ്ങളോ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരാളെ നമുക്ക് അണ്ടർ റേറ്റഡ് എന്ന് വിളിക്കാം. ദാറ്റ്സ് വൈ ദ പീപ്പിൾസ് കോൾഡ് ദ അണ്ടർ റേറ്റഡ് ആക്ടർ. ആരൊക്കെയാണ് അണ്ടർ റേറ്റഡ് ആക്ടർ? പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്കതിന് സെലക്ട് ചെയ്തിട്ട് ഒരു 5-6 ആൾക്കാരെ കുറച്ച് സംസാരിക്കും. എല്ലാവർക്കും RTRന്റെ മനക്കല്ലിലേക്ക് സ്വാഗതം. ഒന്നാമത് ഇന്ദ്രജിത്ത് സുകുമാരൻ. ഇത്രയും അധികം ടാലൻ്റ് ഉള്ള ഒരാൾ എങ്ങനെ അണ്ടർ റേറ്റഡ് ആയി? ബട്ട് അതേ സമയത്ത് വന്ന പൃഥ്വിരാജ് സുകുമാരൻ ഇപ്പോഴും ഫീൽഡിൽ കത്തി നിൽക്കുന്നു. എങ്ങനെ? എന്താണ് അതിൻ്റെ കാരണം? ഇന്ദ്രജിത്തിൻ്റെ സിനിമകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹീറോ ആയി വന്ന മാസ് പടങ്ങൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. പുള്ളിക്കാരൻ ആദ്യം മെയിൻ റോളായി വന്ന പടം വില്ലനായിട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിനയം ആ വില്ലൻ ക്യാരക്ടറിന് അത്ര അധികം നല്ല ഇമ്പാക്റ്റ് കൊണ്ടുവന്നുകൊണ്ട് അടുത്തതായി വന്ന പല സിനിമകളിലും അദ്ദേഹത്തിന് വില്ലൻ ക്യാരക്ടറായി തന്നെ കാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതൊന്നും നിരസ്കരിക്കാണ്ട് അദ്ദേഹം കൈനീട്ടി സ്വീകരിച്ചു. പക്ഷേ റിപ്പീറ്റായി ഇദ്ദേഹത്തിൻ്റെ വില്ലൻ ക്യാരക്ടർ മാത്രം കണ്ടിരുന്ന ഓഡിയൻസിന് ഇദ്ദേഹത്തിനെ ഒരു വില്ലൻ ക്യാരക്ടറായി മനസ്സിൽ പതിഞ്ഞു. കൂടാണ്ട് ആസ്യവും അല്ലാത്തതുമായ മൾട്ടി സ്റ്റാർ പടത്തിൽ ലീഡ് ആക്ടറായി അഭിനയിക്കാൻ തുടങ്ങി. ഈ ചെയ്ത വേഷങ്ങളൊക്കെ അത്രയധികം അടിപൊളിയായിരുന്നു. പക്ഷേ വില്ലൻ തന്നെയാന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വില്ലനായി മാറി. ഒരു നടനെ സ്റ്റാറായി കണക്കാക്കുന്നത് നല്ല ഫൈറ്റ് സീൻ ഉൾപ്പെടുന്ന മാസ് പടങ്ങളാണ്. അത് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ഫാൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ മൂപ്പർക്ക് വലുതായി സാധിച്ചിട്ടില്ല. തീരെല്ല എന്നല്ല, ഉണ്ട്. ബട്ട് ഈ വില്ലൻ കഥാപാത്രങ്ങളിൽ വന്ന സിനിമകളോട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അതായിരിക്കാം ഇദ്ദേഹം അണ്ടർ റേറ്റഡ് ആവാനുള്ള കാരണം. ബട്ട് നല്ലൊരു സ്ക്രിപ്റ്റും നല്ലൊരു വേഷം കിട്ടുകയാണെങ്കിൽ മൂപ്പർ എല്ലാവരും അംഗീകരിക്കും, അത് ഉറപ്പാണ്. അതിന് വലിയൊരു എക്സാമ്പിളാണ് ജോജു ജോർജ്. ഇങ്ങനെ ഉണ്ടായിരുന്ന ചെങ്ങായി ഒറ്റ സിനിമ കൊണ്ടാണ് മൂപ്പറെ ലെവൽ തന്നെ മാറിയത്. എന്തൊരു മാറ്റാടോ! ഇയാൾ തന്നെയാണ് ഇയാളും. വാട്ട് എ മിറാക്കിൾ. രണ്ടാമത്തെ ആള് ഇയാൾ തന്നെയാണ്. ആരും ഇദ്ദേഹം ഇത്ര മാറുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം ആ ഒരു റേഞ്ചിലേക്ക് മൂപ്പർ എത്തി. മൂപ്പറെ ലേറ്റസ്റ്റ് ആയ സിനിമകളൊക്കെ അത്ര അധികം അടിപൊളിയായിരുന്നു. എന്നാൽ പോലും മൂപ്പർക്ക് വേണ്ടത്ര അംഗീകാരങ്ങളോ അവസരങ്ങളോ ലഭിച്ചിട്ടില്ല. മൂന്നാമത്തെ ആൾ ദ വൺ ആൻഡ് ഓൺലി മലയാള സിനിമയുടെ ലെജൻഡായ തിലകന്റെ മൂത്ത മകൻ, ഡബ്ബിങ്ങിന്റെ രാജാവ് ഷമ്മി തിലകൻ. ഒറ്റ വാക്കിൽ വിളിക്കാം നടൻ. എന്റെ മോനെ യജ്ജാതി. ആ വിലായത്ത് ബുദ്ധയിലെ തൂവള്ള ഭാസ്കരൻ. എമ്മാതിരി അഭിനയാണോ! കുറേ കാലങ്ങൾക്ക് ശേഷം മൂപ്പർക്ക് കിട്ടിയ ഏറ്റവും നല്ല കഥാപാത്രം. ആ സിനിമക്ക് കുറേ നെഗറ്റീവ്സ് ഒക്കെ വന്നെങ്കിലും മൂപ്പര സീന് തിയേറ്ററിൽ എല്ലാവരും നല്ല പോലെ ആസ്വദിച്ച്. അത്ര അടിപൊളിയായിരുന്നു. ഗൂസ് ബംസ് ഡയലോഗ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. പക്ഷെ ഗതികേടുകൊണ്ട് മൂപ്പര് സിനിമ വരെ നിർത്താൻ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് മൂപ്പര് ഞാൻ അണ്ടർ റേറ്റഡ് എന്ന് വിളിക്കാൻ കാരണം. മലയാള സിനിമയുടെ ലെജൻസിന്റെ കൂട്ടത്തിൽ പെടുന്ന ഒരാൾ സിനിമ നിർത്താൻ പോവേ. അതെ, മൂപ്പര് ഇന്റർവ്യൂ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, ഗതികേട് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം. എന്താ കാരണം? സിനിമ കിട്ടുന്നില്ല. കിട്ടിയ സിനിമ തന്നെ ചെറിയ എന്തെങ്കിലും വേഷം. എന്തോന്നടേ ഇവരൊന്നും എന്ത് എപ്പോഴും പലരും അംഗീകരിക്കാത്തത്? എനിക്കറിയില്ല. മൂപ്പര് കരിയർ എടുത്ത് പോയി കഴിഞ്ഞാൽ മിക്ക എല്ലാ മൂവീസും വില്ലൻ കഥാപാത്രമോ നെഗറ്റീവ് ഷെയ്ഡ്സിൽ വരുന്ന റോൾസും ആയിരിക്കും. ബട്ട് ടോട്ടലി എല്ലാവരുടെ കേസസിലും ഇത് അണ്ടർ റേറ്റഡ് ആവാനുള്ള ഒരു കാരണമല്ല. പിന്നെ എന്തുകൊണ്ട്? ഇനിയെങ്കിലും മൂപ്പർക്ക് നല്ല സിനിമകൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അഭിനയം പോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മൂപ്പര് ഡബ്ബിങ്. ഇജാതി ബാസുള്ള ശബ്ദമോ മോഡുലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. പലർക്കും ഇപ്പോഴും അറിയാത്തൊരു കാര്യമാണ് ദേവാസുരത്തിലെ മുണ്ടക്കൽ ശേഖരൻ, പിന്നെ സൂര്യമാനസത്തിലെ ശിവൻ, പിന്നെ ഇവൻ മര്യാദരാമനിലെ വില്ലനായിട്ട് വരുന്ന നരസിംഹൻ. ഇദ്ദേഹത്തിന് വരെ ശബ്ദം കൊടുത്തത് ഈ ഷമ്മി തിലകൻ. ഇതറിഞ്ഞപ്പോൾ ആ സീന് പോയിട്ട് ഞാൻ 2-3 വട്ടം കണ്ട്. പക്ഷേ ഒരു തരത്തിലും ഡബ് ചെയ്താന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. ഇനിയെങ്കിലും മൂപ്പർക്ക് നല്ല സിനിമകൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ബിജു മേനോൻ, ദിലീഷ് പോത്തൻ, മനോജ് കെ, വിജയ് ഫോർട്ട്, ലുക്മാൻ അവറാൻ, മഞ്ജു പിള്ളൈ, അർജുൻ രാധാകൃഷ്ണൻ, മുരളി ഗോപി, വിനീത്, റോഷൻ മാത്യു. എടുത്തു പറയാനാണോ ചത്താപ്പച്ചത്തെ വെട്ടറി, പിന്നെ കുരുതീത്തെ ക്യാരക്ടർ. മൂപ്പര് വളർന്നു വരുന്നുള്ളൂ. പക്ഷേ ഇപ്പം തന്നെ അണ്ടർ റേറ്റഡ് ആണെന്ന് പറയുമ്പോൾ മൂപ്പര് റേഞ്ച് എന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവർ ഈ അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞ ലേബലിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം ഓഡിയൻസ്. ഒരു കടയിലെ കസ്റ്റമേഴ്സാണ് ആ കടയെ വളർത്തുന്നത്. ഒരു നടനെ വളർത്തുന്നതും സിനിമ കാണുന്ന ഓഡിയൻസാണ്. അപ്പോൾ ഓക്കെ, നല്ലതാണെങ്കിൽ നല്ലത് തുറന്ന് പറയാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർക്കൊന്ന് ലൈക്ക് ചെയ്യുക. ഇതിലാരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.
പിന്നെ ഇതിലാരും റേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ബൈ.